ഹലോ ഷാലോം, ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുത്തൻ പേജുകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. 1942 ജനുവരി 8 ഇംഗ്ലണ്ടിൽ ജനിച്ചൊരു മനുഷ്യന്റെ അത്ഭുതകരമായ കഥയാണ്. 21ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് മോട്ടോർ ന്യൂറോൺ ഡിസീസ് ബാധിച്ചു. അസുഖം അദ്ദേഹത്തിന്റെ കാലുകളെ പ്രവർത്തനരഹിതമാക്കി. ആദ്യം ശ്വാസകോശത്തെ ബാധിച്ച ഒരു അണുബാധയെ തുടർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ടു. ശ്വാസം എടുക്കാൻ പോലും മെഷീൻ സഹായം ആവശ്യമായിട്ട് വന്നു. എഴുതാനും വായിക്കാനും, എന്തിനേറെ പറയുന്നു, ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും പോലും മറ്റുള്ളവരുടെ സഹായം അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. 2-3 വർഷം ജീവിക്കുമായിരിക്കുമെന്ന് വൈദ്യലോകം വിധിയെഴുതിയ ഈ മനുഷ്യൻ 1963 മുതൽ 55 വർഷം ഈ രോഗാവസ്ഥയോട് മനസ്സിന്റെ ബലം കൊണ്ട് പൊരുതി ഈ ലോകത്തോട് വിടവാങ്ങുന്നത് 2018 പേര് പറഞ്ഞാൽ ഇദ്ദേഹം ഈ കഠിനമായ രോഗാവസ്ഥയിൽ ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്തെല്ലാമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ സംസാരിച്ചത് സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിനെ കുറിച്ചാണ്. വിശ്വപ്രശസ്ത സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനും കോസ്മോളജിസ്റ്റും എഴുത്തുകാരനുമായിരുന്നു ഇദ്ദേഹം. ബ്ലാക്ക് ഹോൾസ്, യൂണിവേഴ്സ്, ടൈം എന്നിവയെക്കുറിച്ച് അത്യഗാധമായ അറിവുകൾ പങ്കുവച്ച് മനുഷ്യചിന്തയുടെ അതിരുകൾ നീട്ടിയത് വീൽ ചെയറിൽ മെഷീനുകളുടെ സഹായത്തോടുകൂടി ശ്വസിച്ചുകൊണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഇദ്ദേഹത്തിന്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ വായിച്ചപ്പോൾ ശാസ്ത്രം പണ്ഡിതന്മാരിൽ നിന്നിറങ്ങി സാധാരണക്കാരിലേക്കെത്തി. ശരീരത്തിനും മനസ്സിനും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഈ ജീവിതം ഇത്ര സുന്ദരമായി സാധ്യമാക്കുന്നതിന് വികലതകളെയും കുറവുകളെയും അപര്യാപ്തതകളെയും പഴിച്ചതു മറന്നിട്ട് ശരീരത്തിനും മനസ്സിന്റെ ആരോഗ്യത്തിനും നന്ദി പറയാമോ? നിസാരമെന്നു കരുതിയവയിൽ അത്ഭുതങ്ങൾ കണ്ടെത്താനായാൽ നന്മ വളരും. ശരീരം നമ്മെ നിയന്ത്രിച്ചാലും മനസ്സ് നമ്മെ നിർവചിക്കും. റിമെമ്പർ, ലൈഫ് ചേഞ്ചസ് വെൻ ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ്.